കൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിൻ്റെ ടീമിനുമെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണും കൂടെയാണ്. അപ്പോൾ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നറാവാൻ പറ്റും. എന്താപ്പത് നിങ്ങൾ വല്ല വിവരം അറിഞ്ഞോ? നമ്മുടെ രജിത് സാറ് സത്യം പറയാലോ, ബിഗ് ബോസ് മലയാളം സീസൺ 2 ആ സമയത്ത് നമുക്ക് റിവ്യൂ ചെയ്യാൻ ചാനലൊന്നും ഇല്ലെങ്കിലും സീസൺ 2 തന്നെ അല്ലേ രജിത് സാർ? അതെ, സീസൺ 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ പകുതി വഴിക്ക് നിന്ന് പോയിട്ടുള്ള സീസൺ 2 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. അന്ന് ലൈവ് ഉണ്ടായിരുന്നില്ല, എപ്പിസോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ആ സമയത്ത് എപ്പിസോഡിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സീസണിൽ തന്നെ സാറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ആ സമയത്തൊക്കെ പുള്ളിയുടെ ഭയങ്കര ഫാനായിരുന്നു. പ്രത്യേകിച്ച് ഇയാൾ ഈ സീസണിക്ക് ഈ ഒരു ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുന്നേ എന്താണ് ഈ വ്യക്തി എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. കാരണം ഞാൻ ആ സമയത്തുള്ള വീഡിയോസൊക്കെ കാണുമായിരുന്നു. പിന്നെ അതിന് ശേഷം പുള്ളിനുള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് പേര് കോർണർ ചെയ്യപ്പെട്ടു. ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ രജിത് സാർ ഇന്നിപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ, പുള്ളി അനീഷിന് പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം റുപ്യ കൊടുത്തല്ലോ. പുള്ളി ഇന്നലെ പ്രഖ്യാപിച്ചു, ഇന്ന് ചെക്ക് കൊടുത്തു. എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം അനീഷ് ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ടൈറ്റിൽ വിന്നർ ആവാൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു കേട്ടോ, ആ പരിപാടി കഴിഞ്ഞിട്ടോ, സീസണിൽ വിന്നറൊക്കെ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞ കേട്ടോ. മനുമോള് അങ്ങനെ പോയി, അതൊരു പരിപാടി കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം കൊടുത്തതിന് ശേഷം ഇതറിഞ്ഞിട്ട് പല ആൾക്കാരും പല രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്ക് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ അതൃപ്തി ആരും രേഖപ്പെടുത്തി കണ്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് ഇയാളുടെ ഈ വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഞെട്ടിപ്പോയി. നമ്മളിങ്ങനെ ഇയാൾക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടെന്നറിയാം, വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് സംസാരിച്ച് പറഞ്ഞു വന്നിട്ട് ഇയാൾ വേറെ ഏതൊക്കെയോ വഴിക്ക് പോയി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞു, പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്കി കുറച്ച് ചളി വരുമല്ലോ. ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചളി ഉണ്ടാവും. ആ ചളിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കി എറിയുന്നുണ്ട്. അത് ആരാച്ച എന്താച്ചാ എറിഞ്ഞോട്ടെ, ഒക്കെ അവരവരുടെ ഇഷ്ടം. നമ്മളെ സംബന്ധിച്ച് ബിഗ് ബോസ് കഴിഞ്ഞു, അനുമോള് വിന്നറായി. കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോള് വിന്നറായി. അനുമോളുടെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. അതൊരു ഗെയിം ഷോ ആയിരുന്നു. ആ ഗെയിം ഷോനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂട്ടത്തിൽ പറഞ്ഞുകൊട്ടെ, ആ ഒരു ഗെയിം ഷോനെയാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു കേസിൽ അനുമോള് വിന്നറായി. അവരവരുടെ മേഖലകൾ തേടി എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും പരിപാടിയായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. ഒരു ഗെയിം ഷോ ആണ്. സെക്കൻഡ് അനീഷ് കിട്ടി. അനീഷിൻ്റെതായ വഴിക്ക് പോട്ടെ. ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അക്ബർ നബീൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും അവരവരുടെ ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് അതിനുള്ളിൽ വന്നു പോയ ആൾക്കാരാണ്. അവർക്കൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് അവർ മുന്നേറട്ടെ. നമ്മൾ ആ ഒരു വിഷയം കഴിഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാതെയാണ് പലരും ഇപ്പോഴും പെരുമാറുന്നത്. ഓക്കെ, നമ്മൾ എന്നെ സംബന്ധിച്ചത് കഴിഞ്ഞു പോട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞു പോയതാണ്. എന്താണെങ്കിലും എന്താണ് രജിത് സാറിന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നോക്കാം. കാരണം ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. മനസ്സിലായവർ ഒന്ന് പറയണേ, കമന്റ് ചെയ്യണേ. 7 കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അനിമോൾക്ക് കപ്പ് കിട്ടി, 50 ലക്ഷം കിട്ടി. പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ 100 ദിവസത്തെ എത്ര വെച്ചാണ് എമൗണ്ട്, അത്രയും ലക്ഷം കിട്ടി. അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ടും കിട്ടി. പക്ഷേ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിൻ്റെ ടീമിനുമെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണും കൂടെയാണ്. അപ്പോൾ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നറാവാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്കേ വരത്തുള്ളൂ. പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, റോയ് സാറിനും എൻ്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ
74ാമത്തെ ദിവസം ഷോ നിന്നു. ഇവിടെയാണ് ഗംഗ നാഗവല്ലിയായി മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇതുവരെയൊക്കെ മര്യാദ ക്ലിയർ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അണ്ണ മെല്ലെ പ്ലേറ്റ് മാറ്റി. അതെന്തിനായിരുന്നു? അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷേ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷമൊന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അതെനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേട്ടോടത്തു ഞാനത് പെർസീവ് ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നിക്ക്. ഈ അതിനെന്ന് ചോദിക്കാതെന്ന് വെച്ചാൽ റെന ഫാത്തിമ അതിന് ചോദിച്ചാകെ ആ ഒരു വേർഡേ നശിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചോദിക്കാൻ തോന്നി. ഇനി എൻ്റെ കേട്ടോടത്ത് എൻ്റെ തോട്ട് പ്രോസസ്സ്, എൻ്റെ ചിന്താഗതി തെറ്റാണോ എനിക്കറിയില്ല. എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നും കൂടിയിട്ടോ. പ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷമൊന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അതെനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എടുക്കത്തില്ല. എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ്. അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ആ സീസൺ 7 എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു. പിന്നെ അനീഷ് ഉൾപ്പെടെയുള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ അത് ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അനീഷെ, അഭിനന്ദനങ്ങൾ. ഐ ലവ് യുടാ. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, എന്താണ് ഇയാളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഞാൻ എടുത്തതിൽ വല്ല തെറ്റുണ്ടോയെന്നറിയില്ല. ഓക്കെ, ചാരിറ്റി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചോദിക്കില്ല. എന്തിനാ ഇയാൾ ഈ സീസൺ 2 കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചത്? അവിടുന്ന് ആ ഒപ്പം ഉള്ള കണ്ടസ്റ്റൻ്റെ കണ്ണിൽ മുളകും തെച്ച് ഞാനല്ലാട്ടോ പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സ് PR-ലായിരുന്നെങ്കിൽ അനീഷായിരുന്നു. പോട്ടെ, അതെ, PR-ലായിരുന്നെങ്കിൽ അനീഷായിരുന്നു വിജയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് റോയ് സർ അത് ചെയ്തത്. എന്നാൽ നിങ്ങളുടെ സീസൺ 2 ക്യാൻസൽ ആയതാണ്. പിന്നെ ഫിസിക്കൽ അസോൾട്ടിന് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയ ഒരു കണ്ടസ്റ്റൻ്റായ നിങ്ങൾക്ക് എന്തിന് കൺസലേഷൻ പ്രൈസ് തരണം? നിങ്ങളെ ആ ഷോയിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അർഹത പോലുമില്ല. ഇയാൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. അനുമോൾക്ക് കപ്പ് കിട്ടിയത് PR കൊണ്ട് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതില്ലായിരുന്നു ഈ ഷോയുടെ എത്ര വിജയ അനീഷായിരിക്കും. ഇയാളുടെ കയ്യിൽ തന്നിട്ട് വേണം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. ഞാൻ അത് എന്ത് ചെയ്യുമ്പോൾ പുള്ളിയുടെ കയ്യിൽ കൊടുക്കണോ? നേരിട്ട് കൊടുത്തൂടെ? എന്താ ഇയാൾ പറയണത്? അതിപ്പോൾ റോയ് സാറിന് നേരിട്ട് കൊടുക്കാൻ മേലെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് ചോദിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. ആ സീസൺ കൊണ്ട് ലാഭമുണ്ടായത് അവർക്ക് തന്നെയാണ്. ഒത്തിരി ആയിട്ട് കണ്ടിട്ട് സുഖമാണോ? സീസൺ 2 ക്യാൻസൽഡ്. ഒരുപാട് എനിക്കറിയില്ല, മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ആയിട്ടുണ്ടോ പുള്ളി ഈ രീതിയിൽ ചെയ്യണം. അപ്പോൾ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സംഭവം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കാം ഒരു പക്ഷേ പുള്ളി എന്താ ഈ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്തതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ പുറകിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് ചെയ്തിട്ട് അത് കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് കൊടുക്കുന്നൊരു സംഭവം. അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി അല്ലേ? അത് വാങ്ങിച്ച് പോണേലിടയ്ക്ക് എന്തിനാണ് അതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് കോലിട്ടിളക്കൽ? ആ സീസണിൽ അക്ബർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇയാൾക്ക് മറ്റേ പേര് വീണേ, ബിന്നിക്ക് വീഴുന്നത്. എന്തിനാ ഇയാളിങ്ങനെ? എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ശരിയായി ഇയാൾ പറഞ്ഞത്? എനിക്കറിയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ.